കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേമനിധി ആഫീസുകളും ഇങ്ങനെ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവസാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തന്നെ ഒരു വലിയ ചങ്ങല വാങ്ങിയ ചങ്ങലക്കിടുന്ന സമയം ആസന്നമാണ് എന്ന് ഈ ഭരണത്തിൽ ഓർത്തു കൊടുക്കുന്നത് മനസ്സിലാക്കണം. ഏതാണ്ടൊരു 1.5 കൊല്ലം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളൊന്നും തന്നെ മനസ്സിലേക്ക് ഒട്ടും മേശാത്തവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റു തുന്നം പാടുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് എല്ലാവർക്കും അറിയാം. എന്നാൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. കേരളത്തെ ഏറ്റവും കർഷക തൊഴിലാളികളുള്ള ജില്ല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാലക്കാട് ജില്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, ആ ശക്തി കേന്ദ്രത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ UDFന്റെ സ്ഥാനാർത്ഥിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ ജയിച്ചത് എന്നത് ഇനിയും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ മാറി ചിന്തിക്കുന്നത്? സ്ഥാനാർത്ഥിയുടെ ചൊറുക്ക് കണ്ടിട്ടല്ലല്ലോ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആ മണ്ഡലത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി. ഇല്ലാത്തൊരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അവസാനം ചില നീലപ്പെട്ടികളും അവിടെ ഇറങ്ങി വന്നു. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയിക്കും, മോദിൽ നിന്ന് ഞങ്ങൾ ഒന്ന് നേടും എന്ന് പറഞ്ഞവരവസാനം വീണ്ടും അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ ഞങ്ങൾ ജയിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ജയിച്ചതിൻ്റെ അർത്ഥവും ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ തൊഴിലാളികളും കൃഷിക്കാരും പാവപ്പെട്ട ജനങ്ങളും നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരം അകന്നുപോയി എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല, നിങ്ങൾ മനസ്സിലാകാത്തതുപോലെ കേരളത്തിന്റെ എല്ലാ തൊഴിൽ മേഖലയിലും നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട നൗഷാദും പാറക്കും മമ്മൂട്ടിയും ഒക്കെ പറഞ്ഞു, 2014 2 രൂപ കൊടുത്തിരുന്നിടത്തപ്പോ 20 രൂപ കൊടുക്കുന്നു. എത്ര കുടിശ്ശികയാണ് ഇപ്പൊ കിടക്കുന്നത്? ഏതാണ്ട് 10 കൊല്ലത്തെ കുടിശ്ശിക ഇപ്പൊ ബാക്കി കിടക്കുകയാണ്. തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. അവരോടൊരു നല്ല വാക്ക് പറയാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ല. പെൻഷൻ പറ്റി ഇതിന്റെ ആനുകൂല്യം കിട്ടേണ്ട പല തൊഴിലാളികളും മരണപ്പെട്ടു പോയി. മണ്ണിനോട് മല്ലടിച്ചിരുന്ന കേരളത്തിലെ കർഷക തൊഴിലാളികൾ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും എന്ന് പറഞ്ഞിരുന്ന പ്രസ്ഥാനമാണല്ലോ ആ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എവിടെ കേരളത്തിലെ കർഷക തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത നിങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് പേരിട്ട് വിളിക്കുക? കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത നിങ്ങളെ കുറിച്ച് എന്ത് പക്ഷമെന്താ ഞങ്ങൾ വിളിക്കേണ്ടത്? തൊഴിലാളി ശമ്പളവും ആനുകൂല്യം കിട്ടാത്തത് കൊണ്ട് തൂങ്ങി മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത് കർഷക തൊഴിലാളികളുടെ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. ഏറ്റവും ന്യായമായ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നൗഷാദും അതുപോലെ മമ്മൂട്ടിയും ഒക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ തൊഴിലാളിയെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും അവസാനത്തെ അത്താണി എന്താണ്? ഈ മണ്ണിനോട് മല്ലിടാൻ പറ്റാത്തൊരു സമയം വന്നാൽ, അല്പം പ്രായമായാൽ സർക്കാർ കൊടുക്കുന്ന പരിമിതമായ പെൻഷൻ വാങ്ങി ഉപജീവനം നടത്തുന്നവരാണ് കേരളത്തിലെ തൊഴിലാളികൾ. ആ പെൻഷൻ എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾക്കാവട്ടെ, നിർമ്മാണ തൊഴിലാളികൾക്കാവട്ടെ, മറ്റു മേഖലയിലാവട്ടെ, അതെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി? മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒന്നായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടി കഴിയുന്ന നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇനി വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരാ കേരളം ഭരിക്കുന്നത്. നിങ്ങൾ അധികാരത്തിൽ കയറിയതിന് പിന്നെ കേരളത്തിൽ വിലക്കയറ്റമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ്. ഏത് മേഖലയിലെ മാറ്റമുണ്ടായത്?
വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വലിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ തൊഴിലാളിക്ക് അവന്റെ വിശപ്പ് മാറില്ല. അവരെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ പറ്റില്ല. അവർക്ക് ആരോഗ്യ സംവിധാനം ഒരുക്കി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സഹോദരിമാർ, ഈ സഹോദരിമാർക്ക് പ്രസവകാല ആനുകൂല്യം എല്ലാ ക്ഷേമത്തിലും ഉള്ളതാണ്. അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? എത്ര കാലമായി ആനുകൂല്യം കൊടുത്തിട്ട്? മക്കളെ പഠിപ്പിക്കാൻ പരിമിതമായ സഹായം കൊടുക്കുന്നു. ആ സഹായങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ വളരെ വളരെ പതുക്കെയാണെങ്കിൽ പോലും കേരളത്തിൽ കർഷക തൊഴിലാളി മേഖല എന്ന് പറയുന്ന ഈ മേഖല തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. തൊഴിലാളിക്ക് 10 കൊല്ലത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ 1-2 ഗഡുക്കൾ മാത്രം കൊടുക്കുന്നു. ബാക്കി എഴുതി തള്ളി എന്ന് പറയുന്നില്ല, എന്നാൽ അത് എഴുതി തള്ളുന്നത് പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിഷേധിക്കുന്ന പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതികാരം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അത് കേരളത്തിൽ UDF സർക്കാരായിരിക്കും. ആ സർക്കാരായിരിക്കും കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു താങ്ങും തണലുമെന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കണ്ടുമടുത്തു കേരളത്തിലെ തൊഴിലാളിക്ക്, നിങ്ങളെ കേട്ടുമടുത്തു കേരളത്തിലെ തൊഴിലാളികൾക്ക്. എങ്ങനെയെങ്കിലും ഇതിന്റെ കാലാവധി ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് കേരളത്തിലെ തൊഴിലാളികൾ. അതാണ് പാലക്കാട് കണ്ടത്, അത് തന്നെ ചേലക്കരയും കണ്ടത്. ചേലക്കര നിങ്ങൾ ജയിച്ചു എന്നൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ മുമ്പ് നിങ്ങൾ ജയിച്ചത് 39,000-ന്, ഇപ്പൊ ജയിച്ചത് 12,000-ന്. അപ്പോഴും ഇടതുപക്ഷം എന്താ പറയുന്നത്? ഞങ്ങൾക്കൊരു പോർലും ഏറ്റിട്ടില്ല, തല പോയിട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ചത്തു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് നിങ്ങൾ സമ്മതിക്കില്ല. അതാണ് കേരളത്തിലെ ഇടതുപക്ഷം. ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സമരത്തിന് വന്നത്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അഷ്റഫ് സാഹിബിനോട് പറയായിരുന്നു, കേരളത്തിലെ യഥാർത്ഥ കർഷക തൊഴിലാളി അവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവര് നേതാക്കന്മാരെ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ കൂട്ടത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. പ്രായം ചെന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യര്, ഒരുപാട് കാലം ഈ മണ്ണിൽ പണിയെടുത്തവർ, പലർക്കും വേണ്ടി പണിയെടുത്തവർ, അവർ ജീവിതത്തിന്റെ ഒരു സായാഹ്നത്തിൽ 10-15 കൊല്ലമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരാം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാൻ കേൾക്കാകുകയല്ല. ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം എന്നുള്ളത് തൊഴിലാളി വർഗത്തിന്റെ നല്ല മുദ്രാവാക്യമാണ്. പക്ഷെ ഉള്ളത് കിട്ടിയിട്ട് വേണ്ട സ്നേഹിതന്മാരെ അത് പരിഷ്കരിക്കാൻ, ഉള്ളത് തരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ഇവിടെ മമ്മൂട്ടിയോ മറ്റോ പറഞ്ഞല്ലോ, ഈ പെൻഷനും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ഒരുപാട് നിബന്ധനകൾ വെച്ച് അവസാനം എന്താകും? ഒരാൾക്കും പെൻഷൻ കൊടുക്കണ്ട എന്ന സാഹചര്യം വരും. വീടിന് 2 നിലകളുണ്ടായാൽ, വീടിനൊരു വാഹനം ഉണ്ടായാൽ, വീടിനൊരു AC ഉണ്ടായാൽ, നല്ല കക്കൂസ് ഉണ്ടായാൽ, അപ്പൊ നിങ്ങൾ ഒരു ആനുകൂല്യം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ പോകുന്നു കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനത്തിന്റെ സ്ഥിതി. ഇത് അവസാനിപ്പിക്കണം.